എടി, നീ പരീക്ഷയ്ക്ക് വല്ലതും പഠിച്ചോ? ഞാൻ കുറച്ചൊക്കെ പഠിച്ചെടി. നീയോ? ഞാൻ കുറച്ച് പഠിച്ചു, പക്ഷെ ഞാൻ മറന്നു പോകുമെന്ന് തോന്നുന്നില്ല. എടി, ടെൻഷൻ അടിക്കാതിരിക്കടി. പേടിയാവുന്നു. ഞാൻ തലകറങ്ങി വീഴട്ടെ. നീ ടീച്ചറിനോട് പറ ഞാൻ തലകറങ്ങി വീണെന്ന്. അപ്പം എന്നെ വീട്ടിലോട്ട് വിട്ടോളൂ. എടി, ഞാൻ പറയത്തില്ല. പേടിയാവുന്നു. ഇന്ന് വരണ്ടായിരുന്നു സ്കൂളിലോട്ട്. ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് തോക്കുമെന്നാണ് തോന്നുന്നു. അല്ലടി, നീ ജയിക്കുമായിരിക്കും. അല്ലടി, ഞാൻ തോക്കുമായിരിക്കും. ടീച്ചറൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. സ്കൂളിൽ ഇടിഞ്ഞു വീണാൽ മതിയായിരുന്നു. എന്നാൽ പരീക്ഷയും കാണത്തില്ലായിരുന്നല്ലോ. മഞ്ജിമ, നീ പരീക്ഷയ്ക്ക് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു തീർത്തോടി? ആടി, ഞാനെല്ലാം പഠിച്ചു. ഞാൻ റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വട്ടം റിവിഷൻ ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ കുറേ ടൈം ഉണ്ടല്ലോ. ഞാൻ ഒന്നും കൂടി ഒന്ന് വായിച്ചെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പാസ്സാവുമോടി? ഞാൻ പാസ്സാവുമല്ലോ ഡി. എല്ലാ പ്രാവശ്യം പാസ്സാവുമല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം പാസ്സാവുമായിരിക്കും. നിനക്ക് പേടിയുണ്ടോടി? ചെറിയൊരു പേടി. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരി, ഞാൻ പഠിക്കട്ടെ. ഓ. ഡൂയിങ് സിമ്പിൾ എക്സസൈസ് ആൻഡ് സിമ്പിൾ എക്സസൈസ് ആൻഡ് അങ്ങനെ സ്കൂളെത്തി. ഇത് തന്നെയല്ലേ സ്കൂള്? മാറിപ്പോട്ടൊന്നുമില്ല. അല്ല, ഇന്ന് ഏതോ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഏത് സബ്ജക്റ്റ്? പഠിച്ചേ, എന്നാലും സംശയം തീർത്തേക്കാം. എടി, ഇന്ന് പരീക്ഷ ഇംഗ്ലീഷ് അല്ലേ? അല്ല, മാത്സാ. മാത്സോ? ഇന്നോ? എടി, ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ച ഇംഗ്ലീഷാണെന്ന്. ഇംഗ്ലീഷ് എന്നായിരുന്നു? ഇംഗ്ലീഷ് എപ്പോഴേ കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷ് കഴിഞ്ഞു? എപ്പോൾ കഴിഞ്ഞു ഇതൊക്കെ? ഒന്നും ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു. എന്തിനാടി കടിക്കുന്നേ? പരീക്ഷയ്ക്ക് പഠിച്ചോടി? ഞാൻ കുറച്ച് പഠിച്ചു. നീ പാസ്സാവോ? നീ പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് കാണാം.